സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞ് പഴകി നമ്മളൊക്കെ പറഞ്ഞു നിർത്തണം, ശരി നീയൊക്കെ സമ്മതിച്ച് നിന്നൊക്കെ വയലന്റ് സിനിമ തന്നെ എന്തൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നത്. ഈവൻ സിനിമയുടെ ആ ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് കൂടെ ഓൺലൈനിൽ പലരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്നു ഇന്ന സീനുകൾ ഉണ്ടെന്ന് വരെ അതിനകത്ത് കട്ട് ചെയ്യേണ്ട മാർക്ക് ചെയ്ത ഒരു കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയാ കുറച്ച് അവിടെ ആയിട്ട് കുറച്ചൊരു ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്ക് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് അഡാർ ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. അതിന്റെ കൂടെ രവി ബാസു പുള്ളി നല്ല രീതിയിൽ മരിച്ചു പണിയെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ പുള്ളിയുടെ ബീജം ആ ഒരു ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റ് ഇല്ല. അതിൽ നമ്മളൊക്കെ ഒരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയില്ലേ, ഒരു ഡൈനാമിക് പൊട്ടുന്ന എഫക്ട്, ആ ഒരു സംഭവം ആ ഒരു ഇതിൽ കിട്ടി. എനിക്ക് അന്നേരം നമുക്ക് ആ ഒരു നമ്മളിങ്ങനെ ബി പി ഒക്കെ ഇങ്ങനെ കൂടി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അതാ എക്സ്പെക്ട് ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫ് ഒന്ന് അവസാനിച്ചത് അങ്ങനെ. അപ്പം ആ ഒരു സംഭവം തന്നെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുക. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, നമ്മൾ ഈ ബ്രൂട്ടൽ വയലൻസ് സീനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് എങ്ങനെ എടുക്കുന്നു അതുപോലെ ഇരിക്കും. നമ്മളിപ്പം കൂടുതൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അയ്യോ ഇത് തെറ്റാണ് അങ്ങനത്തെ രീതിയിൽ എടുത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നി. അപ്പോഴത്തേക്കും കുറച്ചൊരു ഡൗൺ ആയി. പിന്നെ എനിക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ് കിട്ടുന്നില്ല. പിന്നെ അതിന്റെ ഒരു ചെറിയൊരു ഇത് കിട്ടുന്നത് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഒരു ക്ലൈമാക്സ് ഫൈനാണ്. അന്നേരം വീണ്ടും പുള്ളി വരുന്നുണ്ട്. നമുക്കൊരു മലയാള എനിക്കൊരു മലയാള സിനിമയിൽ നിന്ന് ഇത്രയും നല്ല കിടു മേക്കിംഗ് ക്വാളിറ്റിയിൽ അല്ല, ഈ ഒരു വയലൻസിന് ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ട് അല്ല, മലയാള സിനിമകളിൽ മേക്കിംഗ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ബെഞ്ച് മാർക്ക്. കൊടൂര പടമാണ് സാധനം, ഒരു രക്ഷയില്ല, മാരകയറ്റ പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഹാഫിലാണ് നമ്മൾ ഹൈപ്പിനുള്ള ഇല്ലാന്ന്. സെക്കൻഡ് ഹാഫ് വന്ന ഒന്നും പറയാനില്ല. നമുക്ക് ഒരു ജോൺ വിക്കും ഒരു കില്ല് ഇവിടെ വന്നേക്കാണ്. ഒരു രക്ഷയില്ലാത്ത മാസീവ് സാധനം. ഉണ്ണിമൂന്നന്റെ സ്വാഗ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഒരു ആൽഫ മേൽ വരണം. നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അഡ്രിനാലിൻ റഷ് അടിക്കുകയാണ് തിരിച്ച് ലാസ്റ്റ് ക്ലൈമാക്സ്. ലാസ്റ്റ് ഒക്കെ നല്ല കണക്ട് ആവും. ഓരോ അടിയും നമ്മള് കുടുക്കടാന്ന് പറഞ്ഞ് തോന്നിക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഭയങ്കര മാസാണ് ഉണ്ണിമോന്റെ കംപ്ലീറ്റ് സ്വാഗ്. ഉണ്ണിമോന്റെ ബോഡി സ്റ്റൈല് സ്വാഗ് ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല. മാരകയറ്റം കേട്ടോ. എന്താ പറയാനുള്ളൂ, ക്രിസ്മസ് ഉണ്ണിമോൻ തൂക്കി എന്ന് തന്നെ പറയേണ്ടി വരും. മാർക്കോ തൂക്കി എന്ന് പറയേണ്ടി വരും. പിന്നെ റൈഫിൾ ക്ലബ് നല്ല പടമാണ്. എന്തായാലും ഒരു വെടി ആണ് ക്രിസ്മസ് ഒരു പടക്ക ഐറ്റമായിട്ട് മാറിയേക്കാണ്. ക്രിസ്മസിൽ വെട്ടി പുക തന്നെ താണ്ടവാട്ടമാണ് ഉണ്ണിമോന്തന്റെ. അതുപോലെ ജഗദീഷ് ചേട്ടന്റെ പ്രത്യേകം പറയാൻ നല്ല റോള്, നല്ല സൂപ്പറായി ചെയ്യുന്ന സിദ്ദിഖൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പറയേണ്ടത് കബീർ ദുവാന്റെയാണ് വില്ലനായിട്ട്. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും ഇത്രയും ക്രൂവലായിട്ട് ഒരു വില്ലനെ കണ്ടിട്ടില്ല. മാസീവ് സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. എന്നുവെച്ചാൽ ഉണ്ണിമോന്തന്റെ ഒപ്പം നിൽക്കുന്ന ഒരു മാസീവ് വില്ലൻ ക്യാരക്ടർ. ഉറപ്പ്, ഒരു സംശയമല്ല, മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് സിനിമ. കില്ലിന്റെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും മോസ്റ്റ് വയലന്റ് ആണോ, നമ്മളെ എക്സ്പെക്ടേഷൻ വന്നില്ല എന്നൊക്കെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഇന്റർവൽ സെക്ഷൻ വരെ വരും. സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാരക ഇതാണ്. ഒരു രക്ഷയില്ല. കില്ലിന്റെ ആ ലെവലിനെ കടത്തി വിട്ടുന്ന മാരക സാധനമാണ്. മാരകമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെ ഒരു ഐറ്റം മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല. മാരക സാധനം. ഇഷ്ടപ്പെട്ടു, സൂപ്പർ പടം. കാരണം നല്ല വയലൻസ് മാത്രം, പിന്നെ സ്റ്റോറി ഒന്നും ഭയങ്കര ഇതൊന്നുമല്ല, പക്ഷെ നല്ല രസമുള്ള മൂവി. എന്താ പറയാ, രക്തം, പിന്നെ ഒരു സിംഗിൾ ഷോട്ട്സ്, കുറെ ഷോട്ട്സ്, എല്ലാം കൊണ്ട് നൈസ് മൂവി. ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഫിലിം. പക്ഷേ അത്യാവശ്യം ലോകഹൃദയം വന്ന് കാണാൻ നല്ല രക്തമൊക്കെ കുറച്ച് എന്തായാലും ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാവും. കാരണം ഈ രക്തം കുറച്ച് അങ്ങനത്തെ സീൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെ ഉള്ളവർ അങ്ങനെ ഇരിക്കട്ടെ, അല്ലാത്തവർ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. ഇതൊന്നും കട്ട് ചെയ്യില്ലെന്നാണ് പറയാനുള്ളത്. അടുത്ത നാളെ ഇനി 2-3 ദിവസം ഫാമിലി ഓഡിയൻസ് കയറാൻ വേണ്ടി സിനിമ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ ഇപ്പൊ ഇന്ന് ഇറക്കി എങ്ങനെയാണോ അതേപോലെ തന്നെ നാളെ ഒന്നും കട്ട് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ സൂപ്പർ സിനിമ. 2024 ക്രിസ്മസ് റിലീസ് ആയിട്ട് വന്നിട്ട് മാർക്ക് തൂക്കി. സൂപ്പർ സിനിമ. കില്ലൊന്നും അല്ല, കില്ലിന്റെ അപ്പുറമാണ് ഇതിൽ വയലൻസ്. ഉണ്ണിമൂന്ത തിരിച്ചു വന്നു എന്ന് പറയാം. നമുക്ക് കിട്ടില്ല. ഉണ്ണിമൂന്തയൊക്കെ ഒരു സ്വാഗ് ഉണ്ട്, കിട്ടില്ല. നടന്നു പറഞ്ഞ സീനൊക്കെ ഉണ്ട്. ഒരു ഗൺഷൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഗൺഷൂട്ടല്ല. 10-15 പേരൊക്കെ വന്നിട്ട് ചുമ്മാ പിടിക്കാനില്ല. ആ ഇടിക്കുന്നതിൽ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് സംഭവങ്ങളെല്ലാം ഉണ്ട്. കിട്ടില്ല സിനിമ. കരിയർ ബെസ്റ്റ് സിനിമ. മിക്കായലിനെ കണ്ടിട്ട് നമ്മൾ ഉണ്ണിമോഹൻ തന്നെ നിവിമ്പോൾ വന്നിട്ട് അങ്ങനെ കൊന്നിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു എന്താണ്. പക്ഷെ മാർക്കോ സിനിമയില് ഉണ്ണിമൂന്ത സൂപ്പർ. ഉണ്ണിമൂന്ത കരിയർ ബെസ്റ്റ് സിനിമയാണ്.